അസ്സലാമു അലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ടൊമാറ്റോ കച്ചപ്പാണ്. 1.5 കിലോ നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. എപ്പോഴും കച്ചപ്പാക്കുമ്പോൾ നല്ല തക്കാളി ആയിരിക്കണം, എന്നെങ്കിലേ കച്ചപ്പ് നന്നാവുള്ളൂ. പിന്നെ വിലക്കുറവുള്ള സമയം തക്കാളി വാങ്ങിയിട്ട് ആക്കി വെച്ചാൽ കുറേ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാം. 6 മാസമൊക്കെ. ഹോം മെയ്ഡ് കച്ചപ്പാകുമ്പോൾ നമുക്ക് നല്ലതുമാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ്. 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് സുർക്ക എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂണ് ഉപ്പ്, ഒരു മീഡിയം സൈസ് ഉള്ളിൻ്റെ പകുതി എടുത്ത് മുറിച്ചെടുത്തിട്ടുണ്ട്, 5-6 അല്ലി വെളുത്തുള്ളി, 2 ഗ്രാമ്പു, 5 പിരിയമുളകാണ് എടുത്തിട്ടുള്ളത് ഞാൻ 5 എണ്ണം. അത് സാധാരണ മുളകിൽ 3 വേണ്ടു. നമുക്കിനി ഇത് ഉണ്ടാക്കാം. ഇതിന് തക്കാളി നമുക്ക് ആദ്യം മുറിച്ചെടുക്കാം. ഞാൻ കെച്ചപ്പ് ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെയാണ് മുറിച്ചെടുക്കുന്നത്. ആദ്യം ഇതുപോലെ ഇങ്ങനെ അതിൻ്റെ മൊത്തി മുറിച്ചെടുക്കുക. ഇതുപോലെ ഇങ്ങനെ മുറിച്ചിട്ടാൽ മതി. 4ആയി കീറിയിട്ട് വട്ടത്തിലങ്ങ് മുറിച്ചെടുത്താൽ മതി. ഇങ്ങനെ മുറിച്ചെടുക്കുക. പക്ഷെ ഇതെന്തായാലും ഇത്ര കളയണം. തക്കാളി കംപ്ലീറ്റ് മുറിച്ചായിട്ടുണ്ട്. സ്റ്റൗ ഓണാക്കിയിട്ട് സ്റ്റൗവിൽ വേവിക്കാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 കറുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, വെളുത്തുള്ളി, മുളക്, ഉള്ളി ഇട്ടെടുക്കുക, മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക, പൊട്ടിച്ചിട്ട് സുർക്ക ചേർത്ത് കൊടുക്കുക, പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നല്ലപോലെ വെന്ത് വരണം. ഒരു അരമണിക്കൂർ 30-35 മിനിറ്റ് വേവിക്കേണ്ടി വരും. ഇത് ചെറിയ തീയിൽ ഇതൊന്ന് തിളച്ചതിന് ശേഷം തീ ചെറുതാക്കി കൊടുക്കാം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്ത് അതുപോലെ മിക്സ് ചെയ്യാം. ഒന്നുകൂടി ഇതിൻ്റെ അടച്ച് വെച്ച് ഒരു 30 മിനിറ്റ് അരമണിക്കൂർ വേവിക്കാം. തീ ചെറുതാക്കുന്നുണ്ട്, സ്ലോ ആക്കിയിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. തക്കാളി നല്ല പുളിയുള്ളതാണെങ്കിൽ സുർക്ക കുറച്ച് വയ്ക്കുക, അല്ല പുളിയില്ലാതെ തക്കാളി ആണെങ്കിൽ കുറച്ചും കൂടി സുർക്ക വയ്ക്കുക. പിന്നെ ഉപ്പ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് വെക്കാം. കുറച്ച് ഉപ്പ് ചേർക്കണം, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യാം. എരിവ് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഈ മുളക് വേണമെങ്കിൽ എടുത്ത് മാറ്റിയാൽ മതി. സ്റ്റവ് ഓഫ് ചെയ്യുന്നുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം ഒരു ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. തണിഞ്ഞിട്ടുണ്ട്, ഒരുപാട് തണിച്ച് ഇളം ചൂടുണ്ട്, സാരില്ല. മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും വേവിക്കുമ്പോൾ ഒഴിച്ചിട്ടില്ല, തക്കാളിൻ്റെ വെള്ളം മാത്രമാണ് ഇത്. തക്കാളിൻ്റെ പഞ്ചസാരയും സുർക്കയൊക്കെ വെച്ചപ്പോൾ നല്ലപോലെ വെള്ളം വരും. ഇതിന് ഇത് അരപ്പിയിലിട്ടിട്ട് അരിച്ചെടുക്കാം നല്ലപോലെ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഈ കച്ചപ്പ്, ആർക്കും ഉണ്ടാക്കാം. ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിന്, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ ടേസ്റ്റ് ഉണ്ട്, രസമൊന്നുമില്ല. ഇതിലെ കുരുവും തക്കാളിൻ്റെ കുരുവും അതൊക്കെ ഇങ്ങോട്ട് വേസ്റ്റായി വരും. അടിപൊളി കച്ചപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ കട്ടിയിലായിരിക്കണം. നല്ല കട്ടിയൊക്കെ നല്ല കളറും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇത് പാത്രത്തിലേക്ക് മാറ്റാം. എൻ്റെ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.